നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടവർക്കറിയാൻ പറ്റും. ഇതിൽ പലയിടത്തും മിക്സിങ്ങിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. പെയിൻറ്റിൻ്റെ പല പ്രോസസ്സിങ്ങിലും മിക്സിങ് ആവശ്യമായി വരുന്നു. പ്രൈമർ മിക്സ് ചെയ്യേണ്ടി വരുന്നു, അതുപോലെ ക്ലിയർ മിക്സ് ചെയ്യേണ്ടി വരുന്നു, ബേസ് കോട്ട് മിക്സ് ചെയ്യേണ്ടി വരുന്നു. ഈ സമയങ്ങളൊക്കെയും ഓരോ സമയത്തും അതിൻ്റെ മാനുഫാക്ചറുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ചിലതിന് 2:1 എന്നുള്ള മിക്സറായിരിക്കും, ചിലതിന് 4:1 എന്നായിരിക്കും, ചിലതിന് 2:1:1 എന്നൊരു മിക്സറായിരിക്കാം, 4:1:1 എന്നൊരു മിക്സറായിരിക്കാം. ഇങ്ങനെ പലതരം മിക്സിംഗ് റേഷ്യോകൾ നമ്മൾ ഇതിൽ കാണാറുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ മിക്സ് ചെയ്യാനുള്ളൊരു എളുപ്പ വഴി, അതിനെപ്പറ്റിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മെഷറിംഗ് കപ്പാണ്. ഒരുപക്ഷെ നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവാം. ഇല്ലാത്തവരാണെങ്കിൽ ഇത് നമ്മൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ അവൈലബിൾ ആണ്. മേ ബി നമ്മുടെ പെൻ ഷോപ്പിലൊക്കെ കാണാൻ അധികം ചാൻസ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റുന്നവർ ഓൺലൈനിൽ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഈ കപ്പിൻ്റെ പ്രൊമോഷൻ വീഡിയോ അല്ല, കാരണം ഈ കപ്പുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആർക്കെങ്കിലും ഈ കപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആമസോണിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾ കിട്ടുന്നതാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലും ലിങ്ക് ഞാനിതിനോട് ആഡ് ചെയ്യുന്നില്ല. ഇനി എന്തായാലും ഈ കപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് 4:1:1 എന്ന റേഷ്യോ കേട്ടുണ്ടാവും. ഇങ്ങനെ 3 എണ്ണം വരുന്ന സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ് കോട്ട് സമയത്താണ്. ബേസ് കോട്ട്, ഹാർഡനർ, തിന്നർ, ഇങ്ങനെ 3 എണ്ണം വരുമ്പോഴാണ്. അതിൽ രണ്ടാമത്തേത് ഹാർഡനർ ആയിരിക്കും, മൂന്നാമത്തേത് തിന്നർ ആയിരിക്കും. ആദ്യം വരുന്നത് ബേസ് കോട്ട്. അത് 1 സ്റ്റേജ് പെയിൻറ്റിലാണ് സാധാരണ ഇങ്ങനെ 3 കൂടെ മിക്സ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യണത്. ഇങ്ങനെ 3 എണ്ണം ഉള്ള സമയത്തോ അല്ലെങ്കിൽ 2 പാർട്ടുള്ളത്, ക്ലിയറും ഹാർഡനറും കൂടെ എങ്ങനെ മിക്സ് ചെയ്യാം, ബേസ് കോട്ടും തിന്നറും കൂടെ എങ്ങനെ മിക്സ് ചെയ്യാം, അതിനൊക്കെ ഓരോ റേഷ്യോ ഉണ്ടാവും. ഇത് എങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് ഈ കപ്പ് ഒന്ന് പരിചയപ്പെടാം. ഈ കപ്പിൻ്റെ പുറത്ത് കുറച്ച് റീഡിങ്ങുകൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് പല കോളങ്ങളിലായിട്ടാണ് കിടക്കുക. ഈ കപ്പ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിരുന്നു, എന്നാൽ ഇതുവരെ എത്തിയിട്ടില്ല. എന്നാലും ജസ്റ്റ് ഇതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഒരു പിക്ചർ ഭിത്തിയിൽ അറ്റാച്ച് ചെയ്തിട്ട് അതിലാണ് കാണിക്കുന്നത്. സോ ആ റീഡിങ് എങ്ങനെയാണെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാവിയിൽ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഈ കപ്പ് കിട്ടുകയാണെങ്കിൽ ഇത് വെച്ച് നിങ്ങൾക്ക് അത് മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഫസ്റ്റ് കോളത്തിൽ നമുക്ക് നോക്കാൻ പറ്റും, മുകളിൽ 2:1 എന്ന് എഴുതിയിട്ടുണ്ടാവും. അതായത് ഈ കോളം നമ്മൾ യൂസ് ചെയ്യുന്നത് 2:1 റേഷ്യോയിലുള്ള ഏതെങ്കിലും ഒരു മിക്സിങ്ങിന് വേണ്ടിയാണ് ഈ കോളം നമ്മൾ യൂസ് ചെയ്യണം. അതിന് അടുത്ത കോളം കാണുന്നത് 4:1 എന്നാണ്. അതായത് ആ കോളം നമ്മൾ യൂസ് ചെയ്യുന്നത് 4:1 റേഷ്യോയിലുള്ള മിക്സിങ്ങിന് വേണ്ടിയാണ്. ഇനി 3 സാധനങ്ങൾ ഒന്നിച്ച് മിക്സ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വേറെ കോളം ഉണ്ട്. അതായത് 4:1:1 ഇങ്ങനെ കോളം നമുക്ക് കാണാവുന്നതാണ്. അവിടെ വെച്ച് നമുക്ക് ഈ 4:1:1 ഏതെങ്കിലും മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോളംസ് യൂസ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. ഇത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ കപ്പ് എടുത്തിട്ട് നമ്മൾ ഏത് റേഷ്യോ ആണെന്ന് ആദ്യം തീരുമാനിക്കുക. നമുക്ക് ഉദാഹരണത്തിന് ഫസ്റ്റ് 2:1 റേഷ്യോ തന്നെ എടുക്കാം. അതായത് 2 ബേസ് കോട്ട് 1 തിന്നറാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ കപ്പിലേക്ക് ബേസ് കോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ബേസ് കോട്ട് ഒഴിക്കുമ്പോൾ ഇതിനകത്ത് 1, 2, 3, 4 ഇങ്ങനെ റീഡിംഗ് ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു റീഡിങ് നമ്മൾക്ക് ആവശ്യമുള്ള അത്രയും അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു റീഡിങ്ങിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 1ൻ്റെ അവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് ഒഴിക്കേണ്ടത് തിന്നറാണ്. തിന്നർ ഒഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മെഷർ ചെയ്യേണ്ട യാതൊരു കാര്യം. ഇപ്പോൾ ഈ ലെവൽ വരെ ഇത് ഓൾമോസ്റ്റ് ഫിൽഡ് ആണ്. സോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇനി തിന്നറാണ്. തിന്നർ ആഡ് ചെയ്യുമ്പോൾ ഈ ലെവലിൽ നിന്നാണ് നമ്മൾ മുകളിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആ 1ൻ്റെ അവിടെ എത്തുമ്പോൾ നിർത്തുക. സോ നെക്സ്റ്റ് കോളത്തിലെ 1ൻ്റെ അവിടെ വരെ തിന്നർ ആഡ് ചെയ്യും. ഇനി നമുക്ക് മിക്സ് ചെയ്യേണ്ട 4:1 റേഷ്യോയിലാണെങ്കിൽ നെക്സ്റ്റ് കോളംസ് സെലക്ട് ചെയ്യേണ്ടതിന് മുകളിൽ 4:1 എന്ന് എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ ഇത് 1 വരെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിന്നർ അതുപോലെ തന്നെ പോയിട്ട് 1ൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം. ഇനി നമ്മൾ 2 ആണ് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെയിൻറ്റ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ 2 വരെ ഒഴിക്കുന്നു. അപ്പോൾ നമുക്ക് തിന്നർ എത്ര ഒഴിക്കണമെന്ന് പ്രത്യേകിച്ച് വേറെ അളവൊന്നും എടുക്കേണ്ട കാര്യമില്ല. നേരെ ഈ 2ൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് തിന്നർ നിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. സോ 4:1 നമ്മൾ തിന്നർ പെയിൻറ്റും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മിക്സ് ചെയ്യുക 4:1:1 എന്ന റേഷ്യോയിലാണ് എന്നുണ്ടെങ്കിൽ, ഒരു സിംഗിൾ സ്റ്റേജ് പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾക്ക് ഇത് ആവശ്യമുള്ള അത്ര ഒരു കറക്റ്റ് റീഡിങ് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഫസ്റ്റ് 1 ആണ് സെലക്ട് ചെയ്യുക, അത്രയും മതി എന്നുണ്ടെങ്കിൽ നമ്മൾ 1 സെലക്ട് ചെയ്യുക. സോ അടുത്ത് നമ്മൾ ഒഴിക്കുക ഹാർഡനറാണ്. ഹാർഡനർ അടുത്ത കോളത്തിലെ 1 വരെ ഹാർഡനർ ഒഴിക്കുക. ഇപ്പോൾ ആ ടോട്ടൽ ലെവൽ അവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ 4ൻ്റെ നെക്സ്റ്റ് 1ൻ്റെ നേരെയാണ് ലെവൽ നിൽക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് ആഡ് ചെയ്യേണ്ട തിന്നറാണ്. തിന്നർ നമുക്ക് 4:1:1 ആയതുകൊണ്ട് 1 തിന്നറാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ തിന്നർ വീണ്ടും ഒഴിക്കുമ്പോൾ തിന്നർ വന്ന് നിൽക്കേണ്ടത് അടുത്ത 1ൻ്റെ നേരെ തിന്നറിൻ്റെ ലെവൽ വന്ന് നിൽക്കണം. ആ രീതിയിൽ 4:1:1 എന്ന രീതിയിൽ വേണം നമ്മൾ ഇത്
ആഡ് ചെയ്യാൻ. സോ ഇവിടെ നമുക്ക് മെഷർമെൻറ്റ് ആവശ്യമില്ല, ജസ്റ്റ് ആഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഈസിയാണ് ഇത്. മിക്സിംഗ് റേഷ്യോ പെട്ടെന്ന് ചെയ്യുവാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടൂളാണ് എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്താൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ പ്രസ് ചെയ്ത് ചാനൽ അപ്ലോഡ് ചെയ്ത പെയിൻറ്റ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.